പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവശക്തിയോടെ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് എല്ലാറ്റിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സർവശക്തിയോടെ വലിയ സ്നേഹത്തോടുകൂടെ ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139 അധ്യായത്തിൽ വചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അവിടുന്ന് അതറിയുന്നു. എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം അറിയുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അറിയുന്ന, ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്നും ഉരുവാകുന്നതിന് മുമ്പ് തന്നെ, ഒരു വാക്ക് ഞാൻ ഉച്ചരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം അറിയുന്ന പൊന്നു തമ്പുരാനെ സ്നേഹത്തോടുകൂടെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് ഇതാ ദിവ്യകാരുണ്യമായി അതേ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം. ജീവിതത്തിൻ്റെ ഇന്നോളം വഴിത്താരകളിൽ കർത്താവ് നൽകിയിട്ടുള്ള, കർത്താവ് വഴി നടത്തിയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ഹൃദയം തുറന്ന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. എത്രയോ വലിയ സ്നേഹമാണ് കർത്താവ് ഓരോ നിമിഷവും ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ മഹത്തായ കൃപകളെ ഓർത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ആരാധിക്കാം. പൂർണ്ണമായിട്ടും നമുക്ക് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞ് നന്ദിയോടെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ആത്മാവിനായിരം മുറിവുണക്കേടും
നിമിഷങ്ങളിൽ ആരാധിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളിലും പാപത്തിൻ്റെ ഭാരവും പേറി ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ മുൻപിൽ അതെല്ലാം ഏറ്റുപറയുമ്പോൾ, കർത്താവ് നൽകിയ വലിയ സ്നേഹത്തിന്, വലിയ സൗഖ്യത്തിന് ഈ നിമിഷങ്ങളിൽ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ ജീവിതത്തിൽ തിന്മയുടേതായ സ്വാധീനങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് കൈപിടിച്ചു വലിയ സംരക്ഷണം നൽകുന്നതിനും തിന്മയിൽ വീണ് പോകാതെ കരങ്ങളിൽ താങ്ങുന്നതിന് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞുകൊണ്ട്, എത്രയോ തവണ പാപത്തിൽ വീണപ്പോൾ കർത്താവ് ഓടിയെത്തി വലിയ സംരക്ഷണം തന്ന് ചേർത്ത് പിടിച്ച നിമിഷങ്ങൾ എത്രയോ ഉണ്ട് ജീവിതത്തിൽ. എല്ലാറ്റിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഹൃദയം തുറന്ന് നമുക്കൊരിക്കൽ കൂടി ആരാധിക്കാം ഈശോയെ. പരിശുദ്ധനായവനെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ആരാധിക്കാം. ബലവാനായവനെ, ശക്തനായവനെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം. മരണമില്ലാത്തവനെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം.
നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. ലോകത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ലോകത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാ കർത്താവിൻ്റെ വാഗ്ദാനം. ലോകത്തിൻ്റെ അവസാനം വരെയും ദിവ്യകാരുണ്യമായി കൂടെ ആയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ഹൃദയം തുറന്ന് ആരാധിക്കാം. ഓരോ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും ഈശോ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്ന് ഈ നിമിഷങ്ങളെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ വന്ന് പിറന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നിത്യജീവൻ നൽകുവാൻ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി കുരിശിൽ ബലിയായി തീർന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപത്തിന്റെ ഫലമായ നിത്യമരണത്തിൽ നിന്നും പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിയ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായി കുരിശിൽ സ്വന്തം ജീവൻ, ശരീരവും രക്തവും ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ലോകത്തിന്റെ അവസാനം വരെയും കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ച് ദിവ്യകാരുണ്യമായി തീർന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് സ്നേഹിക്കുവാൻ സ്വന്തം അമ്മയെ സമ്മാനമായി ഞങ്ങൾക്ക് തന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്നേഹത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടുകൂടെ ജീവിതം മുഴുവൻ നമ്മുടെ ചിന്തകളും ഇപ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളാണോ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, എൻ്റെ ശാരീരികമായ അവസ്ഥകൾ എന്താണോ, അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിമിഷങ്ങൾ ഉയർത്തിക്കൊണ്ട് കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾ, കുടുംബത്തെക്കുറിച്ചുള്ള എന്തെല്ലാം നിയോഗങ്ങളാണോ എനിക്ക് പറയാനുള്ളത്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ ഓരോന്നായി സമർപ്പിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ കർത്താവ് ഇടപെടുന്നത് വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവ്വശക്തിയോടുകൂടെ കോടാനുകോടി മാലാഖമാര് ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും ഈ നിമിഷങ്ങളിലായിരുന്നു കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. സകല വിശുദ്ധരും ഇപ്പോഴും ഇവിടെയുണ്ട്. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയോടും ചേർന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവ്വശക്തിയോടെ ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഈശോയെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി ആരാധന ഞങ്ങളങ്ങനെ ആരാധിക്കുന്നുവെന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. മാലാഖമാരുടെ അപ്പമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നിത്യജീവൻ നൽകുന്ന അപ്പമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആത്മാവിന്റെ ജീവനായ തിരുശരീരമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന തിരുശരീരമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട തിരുശരീരമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് നൽകിയ ജീവന്റെ അപ്പമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഏലിയ പ്രവാചകനെ ശക്തീകരിച്ച അപ്പമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഏശയ്യ പ്രവാചകനെ ശുദ്ധീകരിച്ച തീക്കട്ടയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ തിരു രക്തമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത യേശുവിന്റെ തിരു രക്തമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്നേഹത്തിന്റെ കൂദാശയായ ദിവ്യകാരുണ്യമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു.
സ്നേഹത്തോടെ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ദിവ്യകാരുണ്യമായി തീർന്ന ദിവ്യകാരുണ്യ ഈശോയെ നിമിഷങ്ങളിൽ ആരാധിക്കാം. നമ്മുടെ കൂടെ നിരന്തരം വസിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്നവൻ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, ഉദ്ധാനം ചെയ്തവൻ, എനിക്ക് ജീവൻ നൽകുവാൻ വേണ്ടി സ്വജീവൻ ബലിയായി അർപ്പിച്ച നല്ല കർത്താവിനെ, കുരിശിൽ ബലിയായി തീർന്ന കർത്താവിനെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവ്വശക്തിയോടെ അതരം തുറന്ന് വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമ്മളെ തന്നെ മുഴുവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ അഭിഷേകം കൊണ്ട് ഇപ്പോൾ നമ്മൾ നിറയണം, കൃപകൾ കൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നിറയണം ആഗ്രഹിക്കുന്ന മക്കൾ എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി സർവ്വശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 ആരാധിക്കുന്ന ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന പാടാം. ആരാധന ഈശോയ്ക്ക് ആരാധന 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 കൂടെ വസിക്കുന്ന ഈശോയ്ക്ക് ആരാധന 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 ആരാധന. ഞങ്ങളങ്ങേ ആരാധിക്കുമെന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിരാശയിലേക്ക് പോയ ശിഷ്യരെ ശക്തിപ്പെടുത്തിയ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തന്നിൽ നിന്നും അകന്നു പോകുന്നവരെ തന്നെ തന്നെ നൽകിക്കൊണ്ട് വീണ്ടെടുത്ത ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപത്താലും ജീവിത നൈരാശ്യത്താലും തകർന്നവരെ രക്ഷിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ അനുദിനം മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആദിമസഭയിലെ കൂട്ടായ്മയെ നിലനിർത്തിയ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും അഭിഷേകം ചെയ്യുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തിരുസഭയെ എന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗീയ യാത്രയിൽ പാഥേയമായ ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ എപ്പോഴും നയിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്നേഹത്തോടെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഒരേ മനസ്സോടെ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയായിരിക്കുമ്പോൾ ദിവ്യകാരുണ്യ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ നമുക്ക് ആരാധിക്കാം. എത്രയോ വലിയ സ്നേഹമാണ് കർത്താവ് നമ്മളോട് കാണിക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ലല്ലോ. ഒരുപാട് സ്നേഹം ഹൃദയത്തിൽ നിറച്ചു തരുന്ന ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഒരുപാട് പേർ ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് ഈശോ എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് ഹൃദയം തുറന്ന് നന്ദി പറയാം. എനിക്ക് വേണ്ടി മുറിയപ്പെട്ടവന്, കുരിശിൽ ബലിയായി തീർന്ന ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചുകൊണ്ട് മറ്റെല്ലാറ്റിനേക്കാൾ അധികമായി, ലോകത്തിലുള്ള മറ്റേതിനേക്കാൾ അധികമായി ഈശോയെ ഞാൻ ആരാധിക്കും, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയത്തിലേറ്റ് പറഞ്ഞ് മക്കളെക്കാൾ ഉപരി, കുടുംബത്തെക്കാൾ ഉപരിയായി ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, എല്ലാ ബന്ധങ്ങളെക്കാൾ ഉപരിയായി യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. ഹൃദയം തുറന്ന് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ ആരാധിച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധിക്കുന്ന ആരാധന നിർത്താതെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. യേശുവേ ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന കൊടുക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പൂർണ്ണ മനസ്സോടെ ലോകത്തിലുള്ള എല്ലാ അറിവുകളെക്കാൾ ഉപരിയായി ഈശോ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ നിലനിൽക്കുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, കർത്താവെ, എല്ലാറ്റിനും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാവരേക്കാൾ ഉപരിയായി, മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, കുടുംബത്തെക്കാൾ ഉപരിയായി, എൻ്റെ ജീവനേക്കാൾ ഉപരിയായി ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കും, ഞാൻ അങ്ങയെ സ്നേഹിക്കും. എൻ്റെ ജീവൻ്റെ അന്ത്യശ്വാസം വരെയും ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കും. നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. സഹായകനായ ഈശോയെ സ്നേഹത്തോടെ ആരാധിക്കാം. സ്നേഹിതനായി കൂടെ വരുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. ജീവിതയാത്രയിൽ കണ്ണു നിറയുമ്പോൾ, സങ്കടത്താൽ ഹൃദയം നീറുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരും. ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മോളെ എന്ന് പറഞ്ഞ് ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഈ ഈശോയെ നമുക്ക് ആരാധിക്കാം സ്നേഹത്തോടെ. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഈശോയെ, ഈ ലോകത്തിലുള്ള വിജ്ഞാനത്തെക്കാൾ ഉപരിയായി, എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയം തുറന്ന് നമുക്ക് ഏറ്റു പറഞ്ഞ് ആരാധിക്കാം.
പരിശുദ്ധ പരമമാം ചേർന്ന് പാടാം. ദിവ്യകാരുണ്യമേ, എല്ലാം സമർപ്പിച്ച് എന്നുമേ സന്തോഷത്തോടെ അങ്ങേക്ക് ആരാധന. വലിയ ആനന്ദത്തോടെ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ശക്തി നിറയട്ടെ. എന്നുമെന്നും അങ്ങേക്ക് ദൈവിക ശക്തി നിറയട്ടെ. ആരാധന. പൂർണ്ണ മനസ്സോടും ഈശോയെ, പൂർണ്ണ ഹൃദയമോടും ഈശോ, പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ, പൂർണ്ണ മനസ്സോടും ഈശോ, പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും പൂർണ്ണാത്മാവോടും ഈശോയെ, ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാം ദൈവസന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ ഉയർത്തി വലിയ സ്നേഹത്തോടുകൂടെ കർത്താവിന്റെ വലിയ കൃപ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ചുറ്റുപാടുകളിലും ജോലി മേഖലകളിലും നമ്മളുമായി ബന്ധപ്പെടുന്നവരിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും ബന്ധുമിത്രാദികളിലും ഒക്കെ ഇപ്പോൾ നിറയുന്നത് വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തിക്കൊണ്ട് സർവശക്തിയോടെ എന്നെ സ്നേഹിക്കുന്ന പൊന്നു തമ്പുരാന്റെ മുൻപിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നതെന്ന വലിയ ബോധ്യത്തോടെ വലിയ സ്നേഹത്തോടെ നമുക്ക് കർത്താവിനേക്ക് കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല, ഒരിക്കലും ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. വചനം ഓർമ്മിപ്പിക്കുകയാണ്, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, എത്ര ഓടിയാലും അവർ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൽ പൂർണ്ണമായിട്ടും ഈ നിമിഷങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. മറ്റാരിലും ആശ്രയിക്കാനില്ല, എൻ്റെ ദൈവത്തിൽ മാത്രം, എൻ്റെ ദൈവത്തിൽ മാത്രം എനിക്ക് ആശ്രയം. ദൈവമേ, ഞാൻ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു.
എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും, കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ തകർച്ചകൾ വന്നാലും കർത്താവേ, ഞാൻ എങ്കിൽ ആശ്രയിക്കും. ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. അങ്ങയുടെ സ്വരമായി ഈ ഭൂമിയിൽ ഞാൻ മാറും. അങ്ങേക്ക് വേണ്ടി ഞാൻ ഓടി നടക്കും. ഈശോയുടെ നിമിഷങ്ങളിൽ പറയാം, എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും. പൗലോസും സീലാസും തടവറയിലായിരുന്നപ്പോൾ വലിയ ആനന്ദത്തോടു കൂടെ കർത്താവിനെ പാടി സ്തുതിച്ചതുപോലെ സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ, കാരാഗൃഹവാസത്തിലായിക്കോട്ടെ, പൗലോസ്ലിഹ പറയുന്നത് പോലെ പട്ടിണിയിൽ, കാരാഗൃഹവാസവും പീഡനങ്ങളിലും വിശപ്പിലും എല്ലായ്പ്പോഴും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും, എൻ്റെ ആരോഗ്യം നഷ്ടമായാലും, എൻ്റെ സൗന്ദര്യവും എൻ്റെ കഴിവും എൻ്റെ അറിവുകളും ഒക്കെ ഇല്ലാതായാലും കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ ഞാൻ എപ്പോഴും ആയിരിക്കുമെന്ന് ഈ നിമിഷങ്ങളിൽ കർത്താവിന് നമുക്ക് വാക്കുകൊടുക്കാം. ജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണ് സഹോദരങ്ങളെ ജീവിതത്തിലുള്ളതെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. ഓരോന്നായി ഈശോയ്ക്ക് കൊടുക്കാം. രോഗാവസ്ഥകളാണ് ഇപ്പോൾ എന്നെ അലട്ടുന്നതെങ്കിൽ, മാരകമായ രോഗത്താൽ വേദനിക്കുന്ന മകനും മകളുമാണ് ഞാനെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കാം. കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ ആശ്രയിക്കാതെ മറ്റേ സമ്പത്തിലും ആരോഗ്യത്തിലും മാത്രം ആശ്രയിച്ചത്, വ്യക്തികളിൽ ആശ്രയിച്ചത്, ഈ ലോകത്തിൻ്റെതായ മയകളിൽ ആശ്രയിച്ച നിമിഷങ്ങൾ എല്ലാറ്റിനെ ഓർത്ത് കർത്താവിനോട് നിമിഷങ്ങളിൽ പൂർണ്ണമായിട്ട് മാപ്പ് ചോദിക്കാം. ദൈവമേ, അങ്ങിലാണ് എൻ്റെ ആശ്രയം. എപ്പോഴും അങ്ങിൽ മാത്രം ഞാൻ ആശ്രയിക്കും. ജീവിതത്തിൻ്റെ അവസാനം വരെയും എന്തും വന്നുകൊള്ളട്ടെ, ദൈവമേ, പൂർണ്ണമായും ഞാൻ അങ്ങയിൽ ആശ്രയിക്കുമെന്ന് ഈ നിമിഷങ്ങളിൽ ഈശോയോട് നമുക്ക് പറയാം. എൻ്റെ ആശ്രയം എപ്പോഴും എൻ്റെ കർത്താവ് മാത്രം. എൻ്റെ ആശ്രയം ദൈവമേ, അങ്ങ് മാത്രം. ഞാൻ അങ്ങയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, നീ മാത്രമാണ് കർത്താവ്, നീ മാത്രമാണ് ദൈവമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഈ ലോകം മുഴുവനിലും നീ മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയുവാൻ കർത്താവേ, എൻ്റെ അതിരത്തെ വിശദീകരിക്കണമേ, എനിക്ക് ധൈര്യം തരണമേ. സ്ലീഹന്മാർ, ഭയചകിതരായിരുന്ന സ്ലീഹന്മാർ, കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു നിറഞ്ഞപ്പോൾ ധൈര്യത്തോടുകൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ധൈര്യത്തോടെ ഇറങ്ങിച്ചെന്ന് ഈശോയാണ് കർത്താവെന്ന്, ദൈവമെന്ന് ഏറ്റുപറയുവാൻ അവർക്ക് ധൈര്യം നൽകിയ പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വന്നുകൊണ്ട് ഞങ്ങൾക്കും ശക്തി തരണമേ. കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ ധൈര്യം തരണമേ എന്ന് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് എത്രമാത്രം കർത്താവിനെ നമ്മൾ സ്തുതിക്കുന്നുവോ അത്രയും കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞൊഴുകുമല്ലോ. നമുക്ക് വിശ്വസിക്കാം. ക്ഷീണവും അസ്വസ്ഥതകളും ഒക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ രക്ഷയുടെ ദിവസമാണ്, ഇപ്പോൾ സ്വീകാര്യമായ സമയമാണ്. വചനം നമ്മെ ഓർമ്മിപ്പിച്ചു. വലിയ സ്നേഹത്തോടുകൂടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് ഈശോ ഒന്നും മാറ്റിവെക്കാതെ ഹൃദയം തുറന്നുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും എനിക്കുള്ളത് മുഴുവൻ കർത്താവിൻ്റെ ദാനമാണ്, എല്ലാം ദൈവസന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ സ്നേഹത്തോടെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി സർവശക്തിയോടെ കർത്താവിൻ്റെ സ്വരം കേൾക്കട്ടെ. അതിരം തുറന്ന് വലിയ സ്വാതന്ത്ര്യത്തോടുകൂടെ അപ്പൻ്റെ മുമ്പിൽ മക്കൾ എത്രമാത്രം സ്വാതന്ത്ര്യത്തോടു കൂടിയാണോ ആയിരിക്കുക, ആ വലിയ സ്വാതന്ത്ര്യത്തോടു കൂടെ തന്നെ വലിയ സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. വിശ്വാസത്തോടുകൂടെ പാടി കർത്താവിനെ സ്തുതിക്കാം. കർത്താവിലെന്നും എന്റെ ആശ്രയം, ഈശോയെ കർത്തൃസേവയെന്നാണ് ജീവിതം. സന്തോഷത്തോടെ കഷ്ടമോ നഷ്ടമോ എന്ത് വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് എന്ത് വന്നാലും കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയെന്നാണ് ജീവിതം. അതെ ഈശോ. കഷ്ടമോ നഷ്ടമോ എന്ത് വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് പോകും ഞാൻ. ആർത്തപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്ന് വാഴ്ത്തും യേശുവേ. എപ്പോഴും ആർത്തപാടി ഞാൻ ആനന്ദത്തോടെ ഏത് നിമിഷങ്ങളിലും കീർത്തനം ചെയ്തെന്ന് വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയെന്നാണ് വിശ്വസിച്ചുകൊണ്ട് കഷ്ടമോ നഷ്ടമോ എന്ത് വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്ന് വാഴ്ത്തും യേശുവേ. ആർത്തുപാടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്ന് വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ വിശ്വസിക്കുന്നു. പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ പാടും താൻ ഞാൻ. സ്വന്തം ജീവൻ തന്ന രക്ഷകൻ, സ്വന്തം ശരീരവും രക്തവും മക്കൾക്ക് ദാനമായി തന്നവൻ ഒരിക്കലും തൻ്റെ മക്കളെ കൈവിടുകയില്ല, തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൻ്റെ കരങ്ങളാൽ താങ്ങി നടത്തും. സങ്കടത്തിന്റെ നിമിഷങ്ങളിലും സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവിന്റെ കരങ്ങളിലാണ്. അവിടുത്തെ സ്നേഹം കൊണ്ട് തന്നെ അവിടുന്ന് എന്നെ പൊതിയും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പാടി പ്രാർത്ഥിക്കാം, പാടി കർത്താവിനെ സ്തുതിക്കാം. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏത് ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ തോരവാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്ന് വാഴ്ത്തും കരങ്ങൾ അടിച്ചുകൊണ്ട് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ വലിയ സന്തോഷത്തോടെ കീർത്തനം ചെയ്തെന്ന് വാഴ്ത്തും ഇത്ര നല്ല രക്ഷകൻ ഇത്ര നല്ല വേറെയില്ല. വേറെയൊഴിയിൽ ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ പാടും. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വിശ്വാസത്തിൽ ഞാൻ തളരുകയില്ല. കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കുരിശിന്റെ പാതയിലൂടെ കുരിശിന്റെ പാതയിൽ നടക്കേണ്ടി വന്നാൽ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യത്തോടെ യാത്ര ചെയ്യും ഞാൻ. വിശ്വസിക്കാം. വിശ്വാസത്തോടെ കർത്താവിനോട് പറയാം, പന്തിര പോലെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വന്നാലും ജീവിതത്തിൽ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും വന്നാലും കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ശക്തിപ്പെടുത്താൻ, ധൈര്യം പകരാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പാടി കർത്താവിനെ സ്തുതിക്കാം. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. പന്തിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറും. ഒരിക്കൽ കൂടി വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. പന്തിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറും. ആർത്തുപാടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്ന് വാഴ്ത്തും യേശുവേ. അത് യേശുവേ. ആർത്തുപാടി കരങ്ങൾ അടിച്ചുകൊണ്ട് ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്ന് വലിയ വാഴ്ത്തും സന്തോഷത്തോടെ യേശുവേ.
കർത്താവിന്റെ വചനം എൻ്റെ സ്വന്തം എന്ന് കരുതുന്നവരും ബന്ധുമിത്രാദികളും ഉറ്റവരും ഉടയവരും ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല. എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളയുകയില്ല. ഞാൻ സങ്കടപ്പെടുകയില്ല ആരെല്ലാം ഉപേക്ഷിച്ചാലും. കാരണം കർത്താവ് എന്നെ കൈവിടുകയില്ല. കർത്താവ് എന്നെ കൈവിടുകയില്ല. കർത്താവിൽ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കും. ആരെല്ലാം ഉപേക്ഷിച്ചാലും കർത്താവ് എൻ്റെ കൂടെയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ പാടി സ്തുതിക്കാം. എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ? കൈവിടില്ലെന്ന് തൻ വാഗ്ദത്തമുള്ളത് ആശ്രയിച്ചെന്നും വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി പാടാം. ബന്ധു മിത്രരേവരും എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ? കൈവിടില്ലെന്ന് തൻ വാഗ്ദത്തമുള്ളത് ആശ്രയിച്ചെന്നും ആശ്വസിക്കും. ആർത്തുപാടി അടിച്ചുകൊണ്ട് കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമീശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമീശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴികെ ഹല്ലേലൂയ പാടും ഞാൻ. പാടും. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴികെ ഹല്ലേലൂയ പാടും. കർത്താവിലെന്നും എൻ്റെ ആശ്രയം. കർത്താവിലെന്നും എൻ്റെ ആശ്രയം. കർത്തൃസേവയെന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്ത് വന്നിടിലും കർത്താവിൽ പാദം ചേർന്നു പോകുന്നു. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്ന് വലിയ സന്തോഷത്തോടെ ചേർന്ന് പാടാം. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്ന് വാഴ്ത്തുമീശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴികെ ഹല്ലേലൂയ പാടും. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴികെ ഹല്ലേലൂയ പാടും. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴികെ ഹല്ലേലൂയ പാടും. ഇത്ര നല്ല രക്ഷകൻ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴികെ ഹല്ലേലൂയ പാടും. ഇത്ര നല്ല രക്ഷകൻ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴികെ വിശ്വാസത്തോടെ വിശ്വസിച്ചുകൊണ്ട് പറയാം. ഇത്ര നല്ല രക്ഷകൻ ഹൃദയത്തിൽ നിന്നും വേറെയില്ലൊഴികെ വിശ്വസിക്കാം. ഹല്ലേലൂയ വിശ്വസിക്കണം. ഈശോ മാത്രം ഏകരക്ഷകൻ. ഹല്ലേലൂയ ഏകരക്ഷകൻ അവിടുന്ന് മാത്രം. അവിടുന്ന് മാത്രം ഏകരക്ഷകൻ. ഹല്ലേലൂയ പാടും ഞാൻ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ജീവന്റെ ജീവനും എൻ്റെ പ്രാണനാഥനും എൻ്റെ സർവശക്തനും എനിക്ക് രൂപം നൽകിയവൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് രൂപം നൽകിയവൻ, എൻ്റെ അപ്പൻ, എൻ്റെ സ്വർഗീയ പിതാവ്. ഈ വലിയൊരു ബോധ്യത്തോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി എല്ലാം സമർപ്പിച്ച് ജീവിതത്തിലെ തകർച്ചകളും കണ്ണുനീരുകളും സങ്കടങ്ങളും രോഗങ്ങളും എന്നെ അലട്ടുന്ന സാമ്പത്തികമായ ഞെരുക്കങ്ങളും കടബാധ്യതകളും കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും മക്കളെക്കുറിച്ചുള്ള ആകുലതകളും സന്തോഷങ്ങളും ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സങ്കടങ്ങളും ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷങ്ങളിൽ സ്നേഹത്തോടെ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്, കർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന ആരാധന ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ല.
മഹത്വം കൊടുക്കാം. ഇത്ര നല്ല രക്ഷകൻ വീരയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഇത്ര നല്ല രക്ഷകൻ ഇത്ര നല്ല ഈ ഭൂമിയിൽ രക്ഷകൻ വേറെയില്ല. വീരയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ലോകം മുഴുവനെയും ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. കർത്താവെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ അടച്ചു തരണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ പൂർവികരുടെ മേൽ, പൂർവികർ വഴി വന്നുപോയ തെറ്റുകൾ മറക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളിൽ ജപമാലയെടുത്ത് വലിയ സ്നേഹത്തോടെ കരുണയുടെ ജപമാല ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നങ്ങളുടെ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം
മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവശക്തിയോടെ കർത്താവിനെ നിമിഷങ്ങളിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ലോകം മുഴുവൻ്റെ മേലും നമ്മുടെ മേലൊക്കെ കർത്താവ് ചൊരിയുന്ന എല്ലാ കരുണയോർത്ത്
വലിയ സ്നേഹത്തോടെ കർത്താവിനെ ഈ നിമിഷങ്ങളിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജോമോൻ എന്ന സഹോദരനെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട്, ആ കുടുംബത്തെ പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഈശോയെ ആരാധന, ആരാധന. 4 വ്യക്തികൾക്ക് കരുണയുടെ ജപമാല ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. 8 വയസ്സുള്ള ഒരു മോൻ്റെ കാലിൻ്റെ പാദങ്ങൾക്കുണ്ടായിരുന്ന വേദന ഈ നിമിഷങ്ങളിൽ ഈശോ എടുത്തു മാറ്റുന്നതായിട്ട് കാണുന്നു. ഈശോയെ ആരാധന, ആരാധന. വായിക്കാനും എഴുതാനും ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു മകനെ ഈശോ ഒത്തിരി സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്ന സ്വന്തം പിതാവിന് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ട് ആ അപ്പച്ചന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കൊളസ്ട്രോൾ കൂടിയിട്ട് അതുപോലെ ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ഒരു സഹോദരിക്ക് ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് ഈശോ ഹീലിംഗ് നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടുപോയ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഈശോ ഇപ്പം നൽകുന്നതായിട്ട് കാണിക്കുന്നു. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ. വലത് കാലിന് ശക്തമായിട്ടും വേദനയുണ്ടായിരുന്ന ഒരു മകൻ്റെ വേദന കർത്താവ് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി വലിയ സൗഖ്യം ഇപ്പോൾ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. വീടിൻ്റെ കടമോർത്ത് ദുഃഖിച്ചുകൊണ്ടിരുന്നൊരു 4 വ്യക്തികൾക്ക് ഈശോ പ്രത്യേകമായിട്ട് ആശ്വാസം നൽകുന്നു. അവരുടെ സാമ്പത്തിക മേഖല ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുറേ പേർക്ക് നാവിൻ്റെ കെട്ടഴിഞ്ഞ് നന്നായിട്ട് സ്തുതിക്കാൻ, സ്വാതന്ത്ര്യത്തോടെ സ്തുതിക്കുവാനുള്ള വലിയ കൃപ നൽകി കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് കാണുന്നു. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നിമിഷങ്ങളിൽ നന്ദി പറയാം. വലിയ സൗഖ്യത്തെ ഓർത്ത് ഈ തിരുമണിക്കൂർ മുഴുവൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കരങ്ങളുയർത്തി ആശീർവദിക്കുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യ